നിങ്ങൾക്ക് ഒരു നല്ല ഉത്തരം ചിന്തിക്കാൻ കഴിയാത്തപ്പോൾ നിശബ്ദത വജ്രതുല്യമാണ്. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം നിർത്താത്തവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് കള്ളം പറയരുത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. മുന്തിരികൾ പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതെ ഇരിക്കുക. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനും ദുർബലനായിരിക്കുമ്പോൾ ശക്തനുമായി മറ്റുള്ളവർക്ക് തോന്നാൻ ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്നതും നിങ്ങൾ അതിജീവിക്കും. പ്രതീക്ഷിക്കുന്നത് നിർത്തുക, സ്വീകരിക്കാൻ തുടങ്ങുക. ജീവിതം വളരെ എളുപ്പമാകും. നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. എല്ലാവരും ഒരു പ്രതിഭയാണ്. എന്നാൽ മത്സ്യത്തിന് മരത്തിൽ കയറാനുള്ള കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടനാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. പ്രതിഭയും മണ്ടത്തരവും തമ്മിലുള്ള വിശ്വാസം പ്രതിഭയ്ക്ക് പരിധികളുണ്ട് എന്നതാണ്. വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത്. ഒന്നിനെയും കൂടുതൽ ആശ്രയിക്കാതെ ഇരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വരും. പ്രതീക്ഷകൾ കൈവിടാതെ ഇരിക്കുക. ഒരാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. കയറിപ്പോയ പടികളിൽ കാണുന്നവരെ മറക്കാതെ ഇരിക്കുക. കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും. നിങ്ങൾ വിജയത്തെ അന്വേഷിക്കുമ്പോൾ ക്ഷമയോടെ ഇരിക്കുക. വിജയത്തിന് കുറുക്കുവഴികളില്ല. ബുദ്ധി കുറഞ്ഞ സ്ത്രീകൾ പോലും ഒരു പുരുഷനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ വിഷമിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ചു പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്.